നമസ്കാരം, ഞാൻ അജിമോൻ എസ്. ജാഗ്രത നല്ലതാണ് എന്ന ഹെഡിങ്ങോടുകൂടി ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് പ്രധാന കാരണം ആൾക്കാർ വേസ്റ്റ് ഇതുപോലെ വലിച്ചെറിയാറുണ്ട്. മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മാലിന്യ വസ്തുക്കൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇഴജന്തുക്കൾ ഇതിനടുത്തേക്ക് വരികയും അതിലൂടെ വാസം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതറിയാതെ കുട്ടികളും മുതിർന്നവരും ഇതിനടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് പബ്ലിക് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വേസ്റ്റ് നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെയധികം സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാർ ഇവരിതൊന്നും അറിയുന്നില്ല. മറ്റുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, മറ്റുള്ളവരതിനെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവരതിനെ വൃത്തിയാക്കുകയാണ്. കാരണം പൊതുജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. മാത്രമല്ല, ഇഴജന്തുക്കൾ ഈ ചൂട് സമയത്ത് ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അത് പാറയുടെ അടിയിലോ മറ്റു ഭാഗങ്ങളിലോ അത് വാസം ഉറപ്പിച്ചിരിക്കും. കാരണം അതിൻ്റെ സ്കിന്നിന് കൂടുതൽ ചൂട് താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ഈ പാറയുടെ അടിയിലൊക്കെ കയറിയിരിക്കുന്നത്. നമ്മൾ കടപ്പുറത്തോ പുഴയുടെ തീരത്തോ പോകുമ്പോൾ ഈ പാറപ്പുറത്ത് കയറി ഇരിക്കാതിരിക്കുക. കാരണം ഇത് ചൂട് സമയമാണ്. ഏകദേശം 37 ഡിഗ്രി ചൂട് ആവറേജ് ഈ പ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പാറപ്പുറത്ത് കുട്ടികളെ കയറ്റിയിരുത്താനോ കളിക്കാനോ ഈ സമയത്ത് വിടാതിരിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ വീടുകളിൽ നമ്മുടെ ടോയ്ലറ്റ് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക. വേസ്റ്റ് വാട്ടർ ഒഴുകി പോകാനുള്ള ഇതുപോലുള്ള ഹോളുണ്ടാവും. അവിടെയൊക്കെ ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, ഫ്ലഷിൻ്റെ ബാക്ക് ഭാഗം ആരും ശ്രദ്ധിക്കാറില്ല. അവിടെയൊക്കെ ചെറിയ ഇഴജന്തുക്കൾ കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക. അതുപോലെ ക്ലോസറ്റിൻ്റെ ബാക്ക് ഭാഗം ഫ്ലഷിൽ നിന്ന് ക്ലോസറ്റുമായി ലിങ്ക് ചെയ്യുന്ന ആ ഭാഗത്തേക്ക്, ആ ചുമരുമായി ബന്ധപ്പെട്ട ആ ഭാഗത്തേക്ക് ആരും കൂടുതൽ ശ്രദ്ധിക്കാറില്ല. ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ജാഗ്രത നല്ലതാണ്.